ബിഗ് ബോസ് സീസൺ 6 ഇന്ന് 6 വൈൽഡ് കാർഡ് എൻട്രിയാണ് ഉണ്ടായിരുന്നത്. 6 പേരും വന്നിട്ട് ഭയങ്കര സന്തോഷമുള്ളൊരു സംഗതി ചെയ്തു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജബ്രി കുട്ടന്മാരെ നല്ല രീതിയിൽ ഊക്കി വിട്ടിട്ടുണ്ട് എല്ലാ ആളുകളും. അതിൽ സീക്രട്ട് ഏജൻറ്റ് മാത്രം കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും ബ്രീനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റേ ജാസ്മിനെ നല്ല രീതിയിൽ ഊക്കി വിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഊക്കി വിട്ടപ്പോൾ ജാസ്മിൻ്റെ മുഖമെല്ലാം കാണേണ്ട കോലായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, നമ്മളൊരു പഴയ സിനിമയിൽ ദിലീപ് പറയുന്നൊരു ഡയലോഗില്ലേ, ചാണകം ഇടുമ്പോൾ പശുവിൻ്റെ ഫ്രണ്ടിൽ ഫേസിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ പോലെ അതുപോലത്തെ ഒരു എക്സ്പ്രഷനായിരുന്നു. എന്തായാലും ആ ഊക്കി വിടുന്ന വീഡിയോ സന്തോഷകരമായിട്ടുള്ള ബിഗ് ബോസ് സീസൺ 6ൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ല രീതിയിൽ സന്തോഷം ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓരോന്നായിട്ട് ഓരോ ആളുകൾ പറയുന്നത്. സീരിയസ്ലി ഞാൻ പറയാണ്, ജാസ്മിൻ എനിക്ക് മുന്നേ അറിയുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. ഗബ്രീനെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ രണ്ടുപേരും ഒരുമിച്ച് പറയാൻ കാരണം നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അത് ഈ ഹൗസ് ജബ്രി എന്ന് വിളിച്ചിട്ടാണ് കേട്ടോ തുടങ്ങിയത്. ജബ്രി എന്ന് വിളിച്ചിട്ട് തുടങ്ങിയിട്ട് ആ ജബ്രി എന്ന് വിളിച്ചതിന്റെ കാരണം പലരും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് പറഞ്ഞാൽ ഞങ്ങളടക്കം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞു കളിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഗബ്രി കുറച്ച് ഡിപ്പെൻഡന്റ് ആണ് ജാസ്മിന്റെ അടുത്ത്. അത് ചിലപ്പോൾ ഗബ്രിക്ക് ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വിട്ട് വരുന്നതല്ലേ, അപ്പൊ ചിലപ്പോൾ നമുക്ക് ആൾക്കാരുടെ അടുത്ത് കുറച്ചുകൂടെ ഒരാളുടെ ഒരു കൂടുതൽ ഇമോഷൻസ് കാണിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഇതൊരു ഗെയിം ഷോ കൂടിയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഗബ്രി വായിന്ന് വരുന്ന വാക്കുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, മനസ്സിലാവുണ്ടോ? അതായത് ആക്ഷൻസ്, വാക്കുകൾ, ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാം. ജാസ്മിൻ പൊട്ടിക്കൽ മാത്രമല്ല, ജാസ്മിൻ യൂട്യൂബിലൊക്കെ ആൾക്കാർ എങ്ങനെ എന്നൊക്കെ കുറച്ചൊക്കെ ഫണ്ണൊക്കെ ആവാം. ഓക്കെ, പണ്ണുണ്ട് പുറത്ത് വരാത്തത് കൊണ്ടുവാ. ഇവിടെ ഫണ്ണില്ലേ അത്യാവശ്യമുണ്ട്. പക്ഷെ നമ്മൾ കാണണ്ടേ പറയാൻ ഞാൻ വിടല്ലോ. ഓക്കെ, ജാൻ മോനി സീരിയസ്ലി ഇത് തുടക്കം മാത്രം കേട്ടാ. തുടക്കം തുടങ്ങിയായിരുന്നു തന്നെ ജാസ്മിൻ്റെ മുഖയിൽ ഏതാണ്ട് ഫ്ലിസ്കി ആയിന്. അടുത്ത ആൾ വന്നിട്ട് നല്ല രീതിയിലാണ് ഊക്കി വിടുന്നത്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ പിന്നെ തുമ്മിയ ആ ഒരു പ്രശ്നവും അതുപോലെ തന്നെ കുളിക്കാത്ത ആ ഒരു വിഷയം, അങ്ങനത്തെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഊക്കി വിടുന്നുണ്ട് കേട്ടോ. അതുകൂടി കാണാം. വൃത്തി എന്ന് പറഞ്ഞത് അതിമുത്തുകൂടെ പോയിട്ടില്ല. എന്റെ മുഖത്തൊക്കെ ഞാൻ പറയാട്ടാ, വൃത്തി തീരെയില്ല. ഇപ്പൊ കിച്ചണിൽ കയറിയല്ലോ അത് ചേച്ചി, അതൊക്കെ പുറത്ത് കാണിട്ട് ചായലാക്കുന്നതും പിന്നെ സ്പൂണയിലിട്ടിട്ട് കുടിക്കുന്നതും എല്ലാം പുറത്ത് കാണിട്ട് ചേച്ചി. പിന്നെ കുളിക്കാത്തൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, കുളിക്കാൻ ചെയ്യാൻ ചേച്ചിയുടെ ഇഷ്ടം. പക്ഷെ ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് വൃത്തിയിൽ ചെയ്യണം. അതൊന്നും നോട്ട് ചെയ്തോളൂ ചേച്ചി. പിന്നെ ഗബ്രി ചേട്ടൻ രണ്ടാളും ആ വാഴയുടെ ചോട്ടിലിരുന്ന് കഴിഞ്ഞാൽ വാഴയായി പോവുള്ളൂ ചേട്ടാ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ചേട്ടൻ നന്നായിട്ട് ഗെയിം ചേഞ്ച് ചെയ്യാൻ നന്നായിട്ട് ഐഡിയകൾ ചേട്ടനാണ്. പക്ഷെ അത് ഗെയിം ചേഞ്ച് ചെയ്യുന്നില്ല. ജാസ്മിൻ ചേച്ചിയായിട്ട് ഒട്ടിയിരിക്കുക, അതൊക്കെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, ഒട്ടിയിരുന്നോളൂ, അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ഇഷ്യൂസ്. പക്ഷെ പുറത്തേക്ക് ചേട്ടൻ ഇപ്പൊ 100 ദിവസം നിന്നിട്ട് കപ്പ് കൊണ്ടുപോകണമെങ്കിൽ ചേട്ടൻ അത് വായ തുറന്ന ആൾക്കാരോട് സംസാരിക്കുന്നില്ല എന്നല്ല, സംസാരിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി ആക്റ്റീവ് ആവാണ്ട്. പിന്നെ രണ്ടാമത്തെ ആൾ വന്നിട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ആൾ വന്നിട്ട് നാലാമത്തെ ആൾ വന്നിട്ടൊക്കെ പറഞ്ഞ് 6ാമത്തെ ആൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ ഒരു പൊട്ടിത്തെറി പറിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും വന്നിട്ട് അവരെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ, അവരെ മാത്രമേ പറയുന്നുള്ളൂ, അവരെ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ. അതിന്റെ പിന്നാലെ ജിൻഡോ ചേട്ടൻ വിളിച്ചു. അത് ഓക്കെ, നീ പറഞ്ഞ പോലെ തന്നെ ജിൻഡോ അല്ല, സോറി എന്തായിരുന്നു പേര്? ജിൻഡോ ചേട്ടൻ പറഞ്ഞു പിന്നാലെ. ഞാനല്ല, ആള് പറഞ്ഞു. രണ്ടാളും കൂടി പറഞ്ഞ് സംസാരിച്ചുകൊണ്ടായിരുന്നല്ലോ സംഭവം. ഞാൻ വീട്ടുകാരെ പറഞ്ഞില്ല, നിങ്ങൾ രണ്ടാളും കൂടി പറയുമ്പോൾ ഞാൻ രണ്ടാളും പറയുള്ളൂ. എന്താ വെച്ചാൽ രണ്ടാളും പുറത്ത് ജാസ്മിൻ ചേച്ചിന്ന് പേരെടുത്താ പറഞ്ഞത്, ജാസ്മിൻ അല്ല ഗബ്രി. ഓക്കെ, സമ്മതിച്ചു. എനിക്ക് രണ്ടാളും നാപ്പ് ഒരേപോലെ തോന്നി. പക്ഷെ എനിക്ക് രണ്ടാളും നാപ്പ് ഒരേപോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ടാളും ഒരേപോലെ പറയും. ഓക്കെ, അത് നോട്ടി. ഓക്കെ, അപ്പൊ വീട്ടുകാരെ വിളിക്കലൊക്കെ കുറയ്ക്കുക. മൂന്നാളോട് കൂടി പറയാനുള്ള കേട്ടോ. വീട്ടുകാരെ വിളിക്കലൊക്കെ കുറയ്ക്കുക. സംസാരമൊക്കെ നോക്കി കണ്ടൊക്കെ സംസാരിക്കാം. ജാസ്മിനെ പറയുകയാണെങ്കിൽ ജാസ്മിൻ ഇപ്പൊ എല്ലാരും കുറെ നെഗറ്റീവ് പറഞ്ഞു. സോ ഐ വിൽ ടെൽ സംതിങ് പോസിറ്റീവ്. വെരി സ്ട്രോങ് കണ്ടസ്റ്റന്റ്, പറയേണ്ടടുത്ത് പറയുന്ന അടിപൊളി കണ്ടസ്റ്റന്റ് ആണ്. ബട്ട് ബി കെയർഫുൾ കി നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഷാഡോ ആയി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബട്ട് ഹൈ പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റന്റ് ആണ്. യെസ്, ബട്ട് നെഗറ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എവറിബഡി ഹാവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, റൈറ്റ്? സോ ട്രൈ ടു ബി പോസിറ്റീവ്. ആൻഡ് ഗബ്രിയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ആണുങ്ങളെ പോലെ സംസാരിക്കുക, ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി സംസാരിക്കുക, ആണുങ്ങളെ പോലെ എറിയുക. എല്ലാത്തിലും എന്തിനാണ് ജെൻഡർ ഉപയോഗിക്കുന്നത്? ഡോണ്ട് യൂസ് ദാറ്റ്. അത് തെറ്റാണ് അല്ലേ? തെറ്റാണെന്ന് അറിയാം. എല്ലാത്തിലും ഒരു ജെൻഡർ കാർഡ്, ഇപ്പൊ ജാൻമുനി ജെൻഡർ കാർഡ് ഇറക്കി. നെവർ എവർ യൂസ് ജെൻഡർ കാർഡ്. ഓക്കെ, അപ്പൊ അതുപോലെ ഗബ്രി വളരെ ശ്രദ്ധിക്കുക. ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളെ പോലെ അങ്ങനെ നമ്മളെല്ലാരും മനുഷ്യരല്ലേ. നെവർ ഡു ദാറ്റ്. ഓക്കെ, ശ്രീരേഖ ചേച്ചി cheerful. Then ഗബ്രി അളിയ സുഖാണോ? സുഖല്ലേ?
സുഖം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇറ്റ്സ് ഗുഡ്. എല്ലാരും പറഞ്ഞ പോലെ കോംബോ പൊട്ടിക്കണം, ജബ്രികളെ പൊട്ടിക്കണം, വാഴ, ഈ സാധനങ്ങളൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഓക്കെ, അത് തോന്നിയിട്ടില്ല എന്ന് പറയാൻ കാരണം നിങ്ങൾ ഇങ്ങനെ കളിക്കുമ്പോൾ സ്ട്രോങ് ആണ്. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിയിട്ടുണ്ട്, ഇവര് ഗെയിം കളിച്ചപ്പോൾ ഇവര് ജയിച്ചിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾ ഇത്ര പേരുണ്ടായിട്ട് നിങ്ങൾക്ക് അവരെ പൊട്ടിക്കാൻ പറ്റിയ ഇല്ല. അപ്പൊ അവര് ഇങ്ങനെ ഗെയിം പ്ലാനായിട്ട് രണ്ടുപേര് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒപ്പം നിന്ന് കളിച്ചിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇങ്ങനെ പോകുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഗബ്രിയെ കണ്ട വേറെ കാര്യം, ഈ വീട്ടിൽ ആർക്കും ഇത് സ്വന്തം വീടായി തോന്നിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഗബ്രിക്ക് അത് സ്വന്തം വീട് പോലെയാ. അവിടെ കിടക്കും, ഇവിടെ കിടക്കും, അവിടെ നിൽക്കും, ഇവിടെ. അങ്ങനെ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഗെയിമർ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊക്കെ ത്രെട്ടാ. എനിക്കും അത് ത്രെട്ടാ. കാരണം നിനക്കിത് നിന്റെ വീടാണ്, നിന്റെ സ്വന്തം വീട് പോലെ തോന്നി നിനക്ക്. സോ അതൊരു കറക്റ്റ് സാധനമാണ്. ആ ലൈന് ഗബ്രിക്ക് കിട്ടിയെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നുണ്ട്. സോ അതിനോട് ഗെയിം കളിക്കുക എന്നുള്ളത് ഭയങ്കര രസമായിരിക്കും. ഓക്കെ, ഉള്ള ജാസ്മിൻ ഞാൻ വഴുകി കുറച്ച് ബ്ലോക്കിൽ വിട്ടു. ഒരു വലിയ ബ്ലോക്ക് പെട്ടുകൊണ്ട് വരാൻ വഴിയതാ. ജാസ്മിൻ അഗെയിൻ സിറ്റുവേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ് ഇതാണോ അങ്ങനെ ഞാൻ അതാണോ ചോദിച്ചില്ലല്ലോ. പോയിന്റ് സിറ്റുവേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് വെക്കേണ്ട ഏതാന്ന് പറയട്ടെ. അപ്പൊ അത് ഒരേ ഗബ്രിയെ മാത്രം ചൂണ്ടിക്കാണിച്ചേ. എല്ലാരും ഏയ് നുണ പറയരുത്. ഇതാണ്. സോ മേക്ക് ഷുവർ ഇതെന്താണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്താൽ മതി. ഇപ്പൊ എല്ലാരെയും കാണിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ റിയലൈസ് ചെയ്താലും മതി ഇതെന്താന്നുള്ളത്. സെൽഫായിട്ട് റിയലൈസ് ചെയ്താ ഓക്കെ. കാരണം നിങ്ങൾ ചെയ്യുന്ന ആക്ടിൽ അത് വരും. നിങ്ങൾ റിയലൈസ് ചെയ്തില്ല ഇതെന്താ, ഇത് നിങ്ങൾ റിയലൈസ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. എവ്രി വൺ വിൽ ക്വസ്റ്റ്യൻ, ഈച്ച് ആൻഡ് എവ്രി വൺ വിൽ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് ഉത്തരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിനും നിങ്ങളിത് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ റിയലൈസ് ചെയ്ത പോലെ നിങ്ങളുടെ ആക്ടിൽ മനസ്സിലാവണം. ഓക്കെ, നിങ്ങൾ ഒപ്പം നിൽക്കുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആ. ഓക്കെ, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം നിങ്ങൾ പൊട്ടിപ്പോ മാറിപ്പോന്ന് എനിക്ക് പറയാം. എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ളവരൊപ്പം കളിച്ചാൽ മതി. ഫെയർ. എനിക്ക് നിങ്ങളെ മാറ്റി ജാസ്മിൻ ഒരു ഗെയിം, ഗബ്രിക്ക് ഒരു ഗെയിം, നോട്ട് ലൈക്ക് ദാറ്റ്. ഒപ്പം നിന്നോ കളിച്ചോ, ഞാനും കളിക്കും. ഓക്കെ, കൂൾ. എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 6 വെച്ചിട്ട് നമുക്ക് കണ്ടതിൽ ഏറ്റവും നല്ലൊരു പോർഷനായിട്ടാണ് എനിക്ക് ഇതിന് തോന്നുന്നത്. ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷം ഈ ജാസ്മിൻ ഗബ്രി കോംബോനെ എടുത്തിട്ടിട്ട് പൊരിക്കുന്ന വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന എല്ലാ ആളുകളും നല്ല രീതിയിൽ തന്നെ അവർക്ക് പണി കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു എപ്പിസോഡാണ് ഇന്ന് രാത്രി വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. എന്താണെങ്കിലും കിടിലാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ ജാസ്മിനും ഗബ്രിക്കും പണിയും കിട്ടിയിട്ടുണ്ട്. അവർക്ക് നല്ല രീതിയിൽ സംഭവം മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളും അവർ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരാണ് ഈ ബിഗ് ബോസ് സീസൺ 6 കൊണ്ടുപോകുന്നത്, അവരില്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 ഇല്ല എന്നുള്ളൊരു ധാരണയൊക്കെ അവർക്കുണ്ടായിരുന്നു. കാരണം അവരുടെ കോംബോ ആണ് പുറത്ത് നല്ല രീതിയിൽ വർക്കാവുന്നത് എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയൊക്കെ അവർക്കുണ്ടായിരുന്നു. എന്താണെങ്കിലും സീസൺ 6 മാറ്റി പിടിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ പുറത്തുനിന്ന് വന്ന വൈൽഡ് കാർഡ് എൻട്രിയിലുള്ള സാധാരണഗതിയിൽ അവർക്ക് പുറത്തുള്ള എന്താണ് നടക്കുന്നതെന്നോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ ഈ ആളുകൾ എന്താണെന്നോ എന്നുള്ളതൊന്നും പറയാനുള്ള ഒരു സമയമോ സ്പേസോ കൊടുത്തിരുന്നില്ല. പക്ഷേ ഈ സീസണിൽ അവർ പുറത്ത് വെച്ചിട്ട് എന്താണ് ഇവരുടെ കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കൊടുത്ത്, ആ അവസരം കൊടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും പോയിക്കൊണ്ടുന്നത് മന്ദഗതിയിലായിരുന്ന സീസൺ 6 കുറച്ചൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടും ഇതല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് ഗെയിം പോകാൻ വേണ്ടിയിട്ടുമാണ് ആ ഒരു അവസരം കൊടുത്തത്. പക്ഷെ അത് ഈ ഉള്ളിലുള്ള തേങ്ങകൾ ഏത് രീതിയിൽ മനസ്സിലാക്കും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. കാരണം മോഹൻലാലിനെ ഒരുപാട് സമയം പല രീതിയിലും പവർ ടീമിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും മറ്റ് പല രീതിയിലും ഇങ്ങനെയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടും അതൊന്നും മനസ്സിലാക്കാത്ത ഇവർ ഇനി ഇതെങ്ങനെ മനസ്സിലാക്കുമെന്നോ മുന്നോട്ടേക്ക് എങ്ങനെ പോകുമെന്നുള്ള കാര്യം നമുക്ക് പറയാനേ പറ്റില്ല. കാരണം അങ്ങനത്തെ രീതിയിലുള്ള ആളുകളാണ് ഈ 6 പേര് ഇനി വന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇവരെ കൊണ്ട് എന്തെങ്കിലും ആവുമെന്നുള്ള യാതൊരു രീതിയിലുള്ള പ്രതീക്ഷയും നമുക്കില്ല. ഇനി ഒരു വീഡിയോ കൂടി വരാനുണ്ട്. കാരണം ഇത് പറഞ്ഞതിന് ശേഷം ഗബ്രിയും ജാസ്മിനും വന്നിട്ട് ഈ പറഞ്ഞതിനെതിരെ അവരുടെ അഭിപ്രായം ഉണ്ടാവല്ലോ, അതും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. അത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം.